ഹായ് നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഹെയർ ട്രാൻസ്പ്ലാന്റ് സഫാരി മലയാളം ചാനലിലേക്ക് ഞാൻ സത്യനാരായണൻ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ വീഡിയോ വെരി എക്സൈറ്റിംഗ് വീഡിയോ ആയിരിക്കും. കാരണം ഒരു വെറും 3000 ഗ്രാഫ്റ്റ് കൊണ്ട് തന്നെ 7 ഗ്രേഡ് കഷണ്ടിയിൽ വന്നിരിക്കുന്ന ഒരു മാറ്റം. കാരണം ഫ്രണ്ട് ഏരിയ ട്രാൻസ്പ്ലാന്റേഷൻ, ബാക്കി ഏരിയ മെഡിസിൻ കൊണ്ട് വളരെയധികം റിസൾട്ട് വന്നൊരു വ്യക്തിയുടെ റിസൾട്ട്സിൻ്റെ വീഡിയോ ആണ് ഇത് ചെയ്യാൻ പോകുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് വിജേഷ് എന്നാണ്. സ്വദേശം പാലക്കാടാണ്, വർക്ക് ചെയ്യുന്നത് ഖത്തറിലാണ്. ഓക്കെ, ഖത്തറിൽ നിന്ന് വന്നു, സർജറി ചെയ്തു, വന്ന് ഡയറക്റ്റ് തന്നെ കൊച്ചിയിലേക്ക് ഇറങ്ങി സർജറി ചെയ്ത് നെക്സ്റ്റ് വീട്ടിലേക്ക് പോയ ഒരാളാണ്. വ്യക്തിയുടെ ജീവിതത്തിലുണ്ടായ മാറ്റം അദ്ദേഹം തന്നെ പറയും. കാരണം ഒരു ഫേസ്, നമ്മളിപ്പോൾ ഒരു മുഖം ഉണ്ടാവില്ല, നമുക്കൊരു മുടിയൊക്കെ ഉള്ള ഒരു സന്തോഷമായ ഒരു ഫേസ് ഉണ്ടാവില്ലേ, ഒരു കഷണ്ടി വരുമ്പോൾ നമുക്ക് ആ ഒരു മുഖം നഷ്ടപ്പെടുകയാണ്. കാരണം നമ്മൾ ആ ഒരു നമ്മൾ ആരാന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലൂടെ. കാരണം ഞാൻ അനുഭവിച്ച ഒരാളാണ്. എൻ്റെ പഴയ ഫോട്ടോ നിങ്ങൾ കാണിക്കുക, ഇതാണ് എൻ്റെ പഴയ ഫോട്ടോ. കാരണം കഷണ്ടി ബാധിച്ചിട്ട് കംപ്ലീറ്റ് കഷണ്ടിയായി. അതിനുശേഷമാണ് ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത്. ഇപ്പോൾ ഞാൻ സർജറി ചെയ്തിട്ട് 5 വർഷം കംപ്ലീറ്റ് ആവുകയാണ്. കംപ്ലീറ്റ് ആകുമ്പോൾ ഒക്ടോബർ ആകുമ്പോൾ 5 വർഷം കംപ്ലീറ്റ് ആവും. ഓക്കെ, 2 പ്രാവശ്യം സർജറി ചെയ്തതാണ്. ആദ്യം പൂനെയിലും പിന്നെ അതേ സെയിം ടീം കൊച്ചിയിൽ വന്നു. അങ്ങനെ കൊച്ചിയിൽ സർജറി ചെയ്തു. സെയിം ടീം ഇപ്പോൾ ട്രിവാൻഡ്രം അവൈലബിൾ ആണ്, സെയിം ഡോക്ടേഴ്സ് ആൻഡ് ടീം. ആൻഡ് വിജേഷ് സർജറി ചെയ്തിട്ട് കൊച്ചി ക്ലിനിക്കിലാണ്. വെറും 3000 ഗ്രാഫ്റ്റ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അദ്ദേഹത്തിൻ്റെ ബിഫോർ ഫോട്ടോ ഞാൻ കാണിക്കുകയാണ്. ഇത് 7 ഗ്രേഡ് കഷണ്ടിയാണ്, കംപ്ലീറ്റ് കഷണ്ടി ആയിട്ടുണ്ട്. പക്ഷേ ഡോണർ ഏരിയ ഉണ്ട്. ആൻഡ് ക്രൗൺ ഏരിയയിലേക്ക് ഇൻ ബിറ്റ്വീൻ കുറച്ച് ഹെയറിൻ്റെ റൂട്ട്സ് കാണുന്നുണ്ട്. ആ റൂട്ട്സൊക്കെ നമുക്ക് മെഡിസിൻ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അദ്ദേഹം സർജറി ചെയ്ത ഫോട്ടോ ഞാൻ കാണിക്കുക. ഫ്രണ്ട് ഹെയർ ലൈനാണ് സർജറി ചെയ്തത്. ഫ്രണ്ട് ഹെയർ ലൈൻ മുതൽ മിഡിൽ വരെ ഒരു 3500 ഗ്രാഫ്റ്റ് ആയിരുന്നു പ്ലാൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ അത്രത്തോളം ഗ്രാഫ്റ്റ് കിട്ടിയില്ല. ഗ്രാഫ്റ്റിന് അത്ര ക്വാളിറ്റി പോരാ. സോ 3000 കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. 3000 ഗ്രാഫ്റ്റ് ഇച്ചിരി സ്പ്രെഡ് ചെയ്താണ് വെച്ചിരിക്കുന്നത്. പക്ഷേ നല്ല റിസൾട്ട് വന്നു. ആൻഡ് സീ ദ റിസൾട്ട് ആഫ്റ്റർ 1 ഇയർ. ഇപ്പോൾ സർജറി ചെയ്തിട്ട് ഇപ്പോൾ കറക്റ്റ് പറയുകയാണ് 1 വർഷം 4 മാസം കംപ്ലീറ്റ് ചെയ്യുകയാണ്. വളരെയധികം മാറ്റമാണ് വന്നിരിക്കുന്നത്. വിജേഷ് തന്നെ നമുക്കൊരു വീഡിയോ ഷൂട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. എൻ്റെ ഒരു ചാനലിൻ്റെ പ്രത്യേകത എന്നുള്ളത്, ട്രാൻസ്പ്ലാന്റ് ചെയ്ത ആൾക്കാർ അവരെ തന്നെ വന്ന് അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുകയാണ്. ഇത് ആർക്കും 1 രൂപ കൊടുത്ത് ചെയ്യുന്നതല്ല, അവരുടെ സ്നേഹം കൊണ്ട് അവരുടെ സന്തോഷം കൊണ്ട് ചെയ്യുന്നതാണ്. കാരണം പല ആൾക്കാർക്കും ഞാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർക്ക് ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തും അവർക്കെല്ലാം സജഷൻസും എനി ടൈം കൊടുത്തിട്ട് അവർക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത ശേഷം നല്ല റിസൾട്ട് വന്നിട്ടുണ്ട്. നല്ല റിസൾട്ട് വന്ന ആൾക്ക് ഒരുപാട് ആൾക്കാർ ഹെയർ ട്രാൻസ് സഫാരി എന്ന ചാനലിലൂടെ അവരുടെ വീഡിയോ തന്നിട്ടുണ്ട്. ചില ആൾക്കാർ ഫേസ് മാസ്ക് ചെയ്ത് തന്നിട്ടുണ്ടാവുക, ചില ആൾക്കാർ അവർ തന്നെ വന്ന് തന്നിട്ടുണ്ടാവുക, ചില ആൾക്കാർ. പക്ഷേ ഫ്യൂ പീപ്പിൾസ് പറയാതിരിക്കാൻ വയ്യ. കാരണം അവർ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യും, ഒരുപാട് സപ്പോർട്ട് ചെയ്യും, നല്ല റിസൾട്ട് വരും. റിസൾട്ട് വന്ന ശേഷം പിന്നെ ഒരു മെസ്സേജ് ഒന്നും ഉണ്ടാവില്ല. പിന്നീട് എപ്പോഴെങ്കിലും ഹെയർ ഫാൾ ഉണ്ടായിരിക്കും, അപ്പം മെസ്സേജ് അയക്കും, എൻ്റെ ഹെയർ ഫാൾ വരുന്നുണ്ട്, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും. കാരണം ഒന്ന് പുറത്ത് പറയാനുള്ള ഒരു മടി. ഞാൻ ഇപ്പോൾ പറയുകയാണ് യുവാക്കളുടെ അടുത്ത്, നിങ്ങൾ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ 10 പേരോട് പറയാത് ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തുകൊണ്ട് വന്ന റിസൾട്ട്. കാരണം ഇപ്പം ഞാൻ വീഡിയോ ചെയ്തില്ല എന്ന് വിചാരിക്കാം, ഞാൻ ട്രാൻസ്പ്ലാന്റ് എനിക്ക് റിസൾട്ട് ഞാൻ വീഡിയോ ചെയ്തില്ല എന്നായിരിക്കും, ഒരാൾക്കും അറിയാൻ പോകുന്നില്ല. പക്ഷേ ഇതിൽ മുഖേന ഒരുപാട് ആൾക്കാരുടെ ഒരു ജീവിതം മാറ്റി. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന ഒരു വീഡിയോ ആയിരിക്കാം പല ആൾക്കാർക്കും ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കുക. വിജേഷ് അദ്ദേഹം മുന്നോട്ട് വന്നു, വീഡിയോ തന്നു. എന്തായാലും അതിൻ്റെ വീഡിയോ നമുക്ക് കാണുക, വീഡിയോ കണ്ട് തിരിച്ചു വരിക. ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് വിജേഷ്. എൻ്റെ നാട് പാലക്കാട് ജില്ലയിലെ അലനല്ലൂരാണ്. ഞാനിപ്പോൾ ഇവിടെ ഖത്തറിൽ വർക്ക് ചെയ്യുകയാണ്. ഇപ്പം എൻ്റെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞിട്ട് 1 വർഷത്തോളമായി. കറക്റ്റ് പറയുകയാണെങ്കിൽ 1 വർഷം 4 മാസം. ഇതാണ് ഇപ്പോൾ എൻ്റെ ഇപ്പോഴത്തെ റിസൾട്ട്. എൻ്റെ മുടിയുടെ റിസൾട്ട് ഇതാണ്. പഴയ ഫോട്ടോസ് സത്യേട്ടൻ്റെ കയ്യിലുണ്ട്. പഴയ ഫോട്ടോ എന്ന് പറഞ്ഞാൽ കഷണ്ടി എങ്ങനെയായിരിക്കും എന്ന് അറിയാലോ, 2 സൈഡും അങ്ങനെ ഒരു നിൽക്കുന്ന സമയത്താണ് ഞാനിത് ചെയ്തത്. അപ്പോൾ എൻ്റെ ഈ മുടിയിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എൻ്റെ റിസൾട്ടിന്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. കാരണം ഈ വീഡിയോ കൊണ്ട് ആർക്കെങ്കിലും ഒരാൾക്ക് ഉപകാരം ഉണ്ടാവണമെങ്കിൽ ഉപകാരപ്പെട്ടതെന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതാണ്. കാരണം മുടി കൊഴിഞ്ഞ് നിൽക്കുന്നവർ പലരും ഉണ്ടാവും. അവർക്കൊക്കെ ഇത് ഈ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഭാവിയിൽ വല്ല പ്രശ്നങ്ങൾ ഉണ്ടാവുമോ, അല്ലെങ്കിൽ നമ്മുടെ ക്യാഷ് പോകുമോ, ഈ തലയിൽ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമോ, അങ്ങനത്തെ ഒരുപാട് ചിന്തകളും പ്രശ്നങ്ങളൊക്കെ ആലോചിച്ച് നിൽക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ അവരോട് എന്താ പറയുക, എൻ്റെ വീഡിയോ കണ്ടിട്ട് ആയിരിക്കും അതിന് ഒരു ഉപകാരം ഉണ്ടാവട്ടെ എന്ന് എഴുതിയിട്ട് പറയുന്നത്. ഞാൻ എൻ്റെ ഒരു അനുഭവം വളരെ ചുരുക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഈ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ മുടി കൊഴിയുന്ന സമയത്ത് ഞാൻ പല ക്ലിനിക്കിലും പോയിട്ട് പല ഡോക്ടർമാരെയും കണ്ടിരുന്നു. അതിനൊന്നും ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. അതിനുശേഷം നമ്മുടെ മാർക്കറ്റിൽ ലഭ്യമായ പല എണ്ണങ്ങളും യൂസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ചെയ്യാൻ എല്ലാം ഉപയോഗിച്ച് ക്യാഷ് പോകാന്നല്ലാതെ ഒരു ഗുണം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇങ്ങനെ പിന്നെ എന്താ പറയുക, നമ്മൾ കണ്ണാടിയിലൊക്കെ പോയി നോക്കണ അതൊക്കെ നിർത്തിയിരുന്നു. കണ്ണാടിയൊന്നും നോക്കാറേ ഉണ്ടായിരുന്നില്ല. തൊപ്പിയൊക്കെ വെച്ച് വല്ല ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ തൊപ്പിയൊക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് പോയിരുന്നത്. കാരണം മറ്റൊരാളുടെ മുമ്പിലേക്ക് പോയി നിൽക്കുമ്പോൾ ഭയങ്കര ഇതായിരുന്നു. കാരണം ഒരാൾ വന്നിട്ട് എൻ്റെ മുടിയൊക്കെ പോയില്ലടാന്ന് പറഞ്ഞാൽ കഴിഞ്ഞു. പിന്നെ ബാക്കിയുള്ളവർ അതിനെ വിളിച്ച് സപ്പോർട്ട് ചെയ്ത് അങ്ങനെ നമുക്കൊരു നാണക്കേടായിരുന്നു. അങ്ങനെ ആയിരുന്നു. കാരണം മുടി പോട്ടെ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് മറ്റുള്ളവരോട് പറയാം, പക്ഷേ ഉള്ളിൽ ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു.
അങ്ങനെ നിൽക്കുന്ന സമയത്താണ് സത്യേട്ടൻ്റെ ഈ എന്താ പറയുക യൂട്യൂബ് ചാനൽ കണ്ടത്, ഹെയർ ട്രാൻസ്പ്ലാന്റ് സഫാരി എന്ന് പറഞ്ഞ ഈ ഗ്രൂപ്പ് ഇത് കണ്ടത്. അപ്പോൾ ഇതേപോലത്തെ പല സംശയങ്ങളും എനിക്കുണ്ടായിരുന്നു. ക്യാഷ് പോവുമോ, അല്ലെങ്കിൽ നമ്മുടെ ജീവൻ തന്നെ എന്തെങ്കിലും അപകടം വരുമോ, കാരണം തലയിൽ ചെയ്യുന്ന പരിപാടിയല്ലേ. അപ്പം അങ്ങനെയൊക്കെ ഓരോ ഇതുണ്ടായിരുന്നു. അപ്പം ഞാനിത് ഇങ്ങനെ ആദ്യം കണ്ടിട്ട് അങ്ങനെ സ്കിപ്പ് ചെയ്ത് വിടലാണ്. പിന്നെ നമ്മുടെ ആക്ടർ സാജൻ സൂര്യയുടെ വീഡിയോ ഒക്കെ കണ്ടപ്പോൾ ഒരു ചെറിയൊരു കാര്യം വന്നു. അതിൽ പിന്നെ സത്യേട്ടനെ സത്യേട്ടൻ നമ്പറിൽ വിളിച്ചിട്ട് സത്യേട്ടനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു. സത്യേട്ടൻ എന്താണ് ഒരു അനിയന് പോലെ നമുക്ക് കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് തന്നു, ഭയങ്കര സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്ത് എല്ലാം നമുക്ക് നമ്മളെ സംശയങ്ങളൊക്കെ മാറ്റി തന്നു. അപ്പോൾ ഒരു ഇതായി. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഖത്തറിലാണ്. നാട്ടിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ നേരെ ക്ലിനിക്കിലേക്ക് വരാം, എനിക്കതൊക്കെ ഒന്ന് അപ്പോയിൻമെൻറ്റ് ചെയ്ത് തരുമോ എന്നൊക്കെ ചോദിച്ച് നമ്മൾ സർജറി ഡേറ്റ് ഒക്കെ ഫിക്സ് ആക്കി. ഞാൻ ഇവിടുന്ന് നേരെ എന്നിട്ട് കൊച്ചി പോവുക ചെയ്തത്. തലേന്ന് അവിടെ എത്തി രക്തം ടെസ്റ്റ് ചെയ്യലും അങ്ങനത്തെ എല്ലാം ചെയ്ത് കഴിഞ്ഞ് പിറ്റേന്ന് സർജറി അങ്ങനെ ചെയ്തത്. സർജറി ചെയ്ത് കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോവുക ചെയ്തത്. ഇപ്പോൾ വീട്ടുകാരൊന്നും എൻ്റെ മുടിയൊന്നും കണ്ടിട്ടില്ല. ഇങ്ങനെ വീഡിയോസിലും ഇങ്ങനെ വീഡിയോ കോൾ ചെയ്യുമ്പോഴും ഒക്കെ കണ്ടിട്ടുള്ളൂ, നേരിട്ട് കണ്ടിട്ടില്ല. കാരണം ഞാൻ അത് ചെയ്ത് കഴിഞ്ഞ് ഒരു 1.5 മാസം കൊണ്ട് തന്നെ അങ്ങോട്ട് പോകുന്നു. അപ്പോൾ ആ 1.5 മാസം കൊണ്ടൊന്നും വലിയ റിസൾട്ട് ഉണ്ടാവില്ല. കാരണം പഴയ ഇതേമാതിരി തന്നെ ആയിരിക്കും. അപ്പോൾ അവരൊക്കെ ഈ ഫോണിൽ കൂടി കണ്ടുള്ളതേ ഉള്ളൂ. ഇപ്പോൾ അവരും ഇതേമാതിരി എന്നെ കാണാൻ കാത്തിരിക്കുകയാണ്. അപ്പോൾ ആർക്കെങ്കിലും ഈ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാനോ എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതേമാതിരി ഒരു പേടിയും പഠിക്കണ്ട. നല്ല എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടറും എന്താ പറയുക നല്ല റിസൾട്ടുള്ള ക്ലിനിക്കും നിങ്ങൾ തിരഞ്ഞെടുക്കുക. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ലാഡൻ സിറ്റിയിൽ എനിക്ക് എല്ലാവരും അവർ എന്താ പറയുക എല്ലാ സംശയങ്ങളും അവർ ക്ലിയർ ചെയ്ത് തന്നിട്ടുണ്ട്. സർജറി ചെയ്യുന്ന സമയത്ത് എന്താ പറയുക അവർ ഭയങ്കര സപ്പോർട്ടും ഫ്രണ്ട്ലി ആയിട്ടൊക്കെയാണ് ഭയങ്കര ഇത്. പിന്നെ അത് സർജറി ചെയ്ത് കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടും അവർ നമ്മളെ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്ത് തരുന്നുണ്ട്. എന്തായാലും ഇത് ഞാൻ അവിടെ നിന്നാണ് ചെയ്തിട്ട് എനിക്കിത് ഭയങ്കര റിസൾട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ഇതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എന്തായാലും സത്യേട്ടന് ഭയങ്കര ഒരു താങ്ക്സ് പറയുന്നു. അതേമാതിരി ലാഡൻ സിറ്റി ടീംസ് എല്ലാവരോടും ഹാപ്പിയാണ്. എന്തായാലും വന്നിട്ട് എല്ലാവരെയും കാണുന്നുണ്ട്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. യെസ്, വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. വിജയിച്ചിൻ്റെ റിസൾട്ട് കണ്ടില്ലേ? ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഹെയർ ലൈനാണ്, നാച്ചുറൽ ഹെയർ ലൈൻ തന്നെയാണ്. നിങ്ങൾക്ക് ഒരിക്കലും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല ഇത് ട്രാൻസ്പ്ലാന്റ് ചെയ്തു. അദ്ദേഹം പറഞ്ഞാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അതാണ് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ഇങ്ങനെ ചെയ്യുന്നത്. കാരണം ഒരു കാരണവശാലും സ്ട്രൈറ്റ് ലൈനോ അല്ലെങ്കിൽ ഒരുപാട് ഇറക്കിയിട്ടോ ഹെയർ ലൈൻ ചെയ്യരുത്. അത് കാണുമ്പോൾ തന്നെ വിഗ് വെച്ചൊരു ലുക്കാണ്. പക്ഷേ ഇത് നാച്ചുറൽ ഹെയർ വന്ന് അതേ ലുക്കാണ്. ഫ്രണ്ട് ഏരിയ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ, ബാക്കിലെ ക്രൗൺ ഏരിയ മെഡിസിൻ ഉണ്ടാകും വന്നിരിക്കുന്നത്. സോ ഹീ ഈസ് വെരി ഹാപ്പി. അദ്ദേഹം നാട്ടിൽ വരികയാണ്. വന്നിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടുകാരെയും നാട്ടുകാർക്ക് കാണുമ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് ആൾക്കാർ സർപ്രൈസ്ഡ് ആവും. വിജേഷ് അദ്ദേഹം വീഡിയോ തന്നു. തീർച്ചയായിട്ടും വിജേഷിനെ പോലത്തെ ഒരുപാട് യുവാക്കൾ മുന്നോട്ട് വരണം. അതായത് കഷണ്ടി എന്നുള്ളത് ഒരു രോഗമല്ല, ഒരു അവസ്ഥയാണ്. തീർച്ചയായിട്ടും നമുക്കിത് ഓവർകം ചെയ്യാൻ പറ്റും. പണ്ടൊക്കെ ആണെങ്കിൽ കഷണ്ടി ആയിക്കഴിഞ്ഞാൽ തീർന്നു, ഒരു വിഗ് എടുത്ത് വെക്കുക, അല്ലാന്നുണ്ടെങ്കിൽ കഷണ്ടിയായിട്ട് നടക്കുക. പല ആൾക്കാരും കളിയാക്കും. ഒരു സ്കൂളിൽ ഒന്നിച്ച് പഠിക്കുന്ന ആൾക്കാരുടെ ഒരു കൂട്ടായ്മ ഉണ്ടാകും, അവരുടെ കൂടെ ഇരിക്കുമ്പോൾ നമ്മൾ മാത്രം സെപ്പറേറ്റ് ഇരിക്കേണ്ടി വരും. ഇങ്ങനെ പല അനുഭവങ്ങളും അനുഭവിച്ച ഒരാളാണ് ഞാൻ. പക്ഷേ ഇന്ന് ഹെയർ ട്രാൻസ്പ്ലാന്റ് ഓപ്ഷനാണ്. ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോൾ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏറ്റവും നല്ലൊരു ക്ലിനിക്ക് അത് നാച്ചുറൽ ഹെയർ ലൈൻ ചെയ്തെടുക്കണം. പല ആംഗിൾസ് നമ്മൾ നോക്കണം. കാരണം ഇതേ കാര്യം ഒന്ന് ശ്രദ്ധിക്കാം. ഒരു 3000 ഗ്രാഫ്റ്റ് കൊണ്ട് എൻറ്റയർ ഹെഡ് കവർ ചെയ്ത്, അതായത് ഗ്രാഫ്റ്റ് ഫ്രണ്ടിൽ വെച്ച് ബാക്കി ഏരിയ മെഡിസിൻ കൊണ്ട് ഡെവലപ്പ് ചെയ്തെടുത്തു. അതൊരു സ്കില്ല് തന്നെയാണ്. അപ്പോൾ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വളരെ നാച്ചുറലായിട്ട് ഹെയർ ലൈൻ കൊടുക്കുന്നതും വ്യക്തമായ പ്ലാനിങ്ങില്ല ഒരു ഹോസ്പിറ്റലിൽ പോവുക, സർജറി ചെയ്യുക, അല്ലാതെ സ്ഥലത്ത് പോയി ചെയ്യരുത്. അതേപോലെ തന്നെ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ 10 ആളിൽ പോയിട്ട് പറയുക ദിസ് ഇസ് ഡൺ ബൈ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ, അല്ലാതെ ഇത് ആദിവാസി ഓയിൽ കൊണ്ടോ അല്ലെങ്കിൽ മറ്റേ മരുന്നുകൊണ്ടോ വന്നെന്ന് പറയരുത്. പല ആൾക്കാർ കള്ളം പറയാറുണ്ട്. ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് റിസൾട്ട് വന്ന്, പക്ഷേ അവർക്ക് പുറത്ത് പറയാനൊരു മടി. തീർച്ചയായിട്ടും ഞാൻ പറയേണ്ടത് ഇത് മടിക്കരുത്. കാരണം ഇപ്പം നമുക്ക് ജിമ്മിൽ പോയി മസിൽ പോകുന്നു, നമ്മൾക്ക് ഷർട്ടൊക്കെ ഒരു കാണിക്കും, ആ മസിലെന്ന് കാണിക്കും. നമ്മൾ പല്ല് കമ്പിയിട്ടാത്ത ആൾക്കാർ കാണിക്കും. പക്ഷേ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് ഞാൻ പറയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ട്. പല ആൾക്കാർ ഇപ്പോഴും പറയാതെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത റിസൾട്ട് എന്ന് പറയുക. അത് പറയുന്നുണ്ട്, ഒരു ബുദ്ധിമുട്ടും നിങ്ങൾ ഫേസ് ചെയ്യില്ല. സന്തോഷമേ ഉള്ളൂ, എല്ലാവരും സന്തോഷമേ ഉള്ളൂ. കാരണം നിങ്ങളും മുഖേന 10 പേർ രക്ഷപ്പെടും. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ഹെയർ ട്രാൻസ്പ്ലാന്റ് സഫാരി. ഇതേപോലത്തെ വീഡിയോസിന് വേണ്ടി ഈ ഒരു ചാനൽ ഫോളോ ചെയ്യുക. ഹെയർ ട്രാൻസ്പ്ലാന്റ് സഫാരി ഇൻസ്റ്റാഗ്രാമിലുണ്ട്, അതേപോലെ തന്നെ ഫേസ്ബുക്കിലുണ്ട്, ഫോളോ ചെയ്യുക. താങ്ക് യു വെരി മച്ച്. ബൈ.